കേരളമടക്കം രാജ്യത്തെ എല്ലാ ടെലികോം സർക്കിളുകളിലെയും BSNL ഉപയോക്താക്കൾ കേൾക്കാൻ കൊതിക്കുന്ന ഒരു വാർത്ത എത്തിയിരിക്കുകയാണ്. BSNL 4G സേവനങ്ങൾ ഈ വർഷം ഒക്ടോബറിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് എത്തിക്കും. രാജ്യത്തെ എല്ലാ ടെലികോം സർക്കിളുകളിലും BSNL 4G അവതരണത്തിന്റെ ഭാഗമായുള്ള ടെസ്റ്റുകൾ നടന്നതായും ഫലങ്ങൾ പൂർണ്ണമായും തൃപ്തികരമാണ് എന്നും BSNL ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. റിസൾട്ട് അനുകൂലമായതിനാൽ വരിക്കാർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 4G സേവനങ്ങൾ ഒക്ടോബറിൽ അവതരിപ്പിക്കുമെന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. ഒക്ടോബർ ആദ്യം വന്ന ഒരു റിപ്പോർട്ടിൽ രാജ്യമെമ്പാടുമുള്ള 15,000 മൊബൈൽ ടവറുകളിൽ BSNL 4G ലഭ്യമാക്കിയതായി BSNL വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ വന്ന പുതിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തുടനീളം 25,000 ടവറുകളിൽ BSNL 4G എത്തിച്ചിരിക്കുന്നു. അതായത് BSNL 4G വ്യാപനം മുൻപത്തേക്കാൾ ഏറെ വേഗത്തിൽ ഇപ്പോൾ മുന്നേറുന്നുണ്ട്. തങ്ങൾ എല്ലാ സർവീസുകളിലും പ്രധാന നഗരങ്ങളിലും 4G നെറ്റ്വർക്ക് വിജയകരമായി പരീക്ഷിച്ചു. ഫലങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണ്. തങ്ങളുടെ വാണിജ്യ 4G സേവനങ്ങൾ ആരംഭിക്കാനുള്ള സമയമാണിത്. 4G സേവനങ്ങൾ ഔപചാരികമായി ആരംഭിക്കുന്നതിന് മുമ്പ് കുറച്ച് പരീക്ഷണങ്ങൾ കൂടി നടത്തുമെന്നാണ് മുതിർന്ന BSNL ഉദ്യോഗസ്ഥൻ BSNL 4G വ്യാപനത്തെ പറ്റി ഇപ്പോൾ വിശദീകരിക്കുന്നത്. സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്ക് കൂട്ടിയപ്പോൾ നിരക്ക് കൂട്ടാതെ പഴയ നിരക്കിൽ സേവനങ്ങൾ നൽകുന്നത് തുടർന്ന BSNL ഏറെ പൊതുജന സമ്മതി നേടിയിരുന്നു. എന്നാലും സ്വകാര്യ കമ്പനികൾ 5G വ്യാപനത്തിൽ മുഴുകിയിരിക്കുമ്പോഴാണ് BSNL 4G വ്യാപിപ്പിക്കാൻ അനങ്ങി തുടങ്ങിയിരിക്കുന്നത്. ഒരുപാട് കൊല്ലം പുറകിലാണ് BSNL എന്നിങ്ങനെ വിവിധ ആക്ഷേപങ്ങൾ BSNL ഇപ്പോഴും കേൾക്കുന്നുണ്ട്. എങ്കിലും ഒക്ടോബറോടെ വിമർശനങ്ങളെല്ലാം BSNL പഴങ്കഥയാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ച 4G ടെക്നോളജി ഉപയോഗിച്ച് വേണം BSNL 4G വ്യാപനം നടപ്പാക്കാനെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. BSNL 4G അവതരിപ്പിക്കുന്നത് വൈകാൻ ഇതൊരു കാരണമായി. കാരണം തദ്ദേശീയമായി അത്തരം ഒരു ടെക്നോളജി ലഭ്യമായിരുന്നില്ല. പിന്നീട് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് വികസിപ്പിച്ച 4G ടെക്നോളജിയാണ് ഇപ്പോൾ BSNL ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ സഹായത്തോടെ രാജ്യമെങ്ങും വിന്യസിച്ചു കൊണ്ടിരിക്കുന്നത്. CDOTന്റെ നേതൃത്വത്തിൽ തദ്ദേശീയ 5G ടെക്നോളജിയും വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ ഈ 5G ഉപയോഗിച്ച് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വീഡിയോ കോൾ ചെയ്തത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ലക്ഷ്യമിട്ട 1,00,000 സൈറ്റുകളിൽ 4G വ്യാപനം പൂർത്തിയാക്കാൻ 2025 മാർച്ച് വരെ സമയമെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്. 4G വ്യാപന പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടാൻ പ്രത്യേക മോണിറ്ററിംഗ് സ്ഥിതിയടക്കം രൂപീകരിച്ച് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും വളരെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനയ്ക്ക് കേന്ദ്ര സർക്കാർ ഏറെ പഴികേട്ടിരുന്നു. നിരക്ക് കൊള്ളയ്ക്ക് കേന്ദ്രം കൂട്ടുനിന്നു എന്നത് മാത്രമല്ല, സ്വകാര്യ കമ്പനികളെ സഹായിക്കാൻ BSNLനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണവും കേന്ദ്രത്തിന് നേരെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ബജറ്റിൽ BSNLനായി ഫണ്ട് വകയിരുത്തിയും BSNL 4G വ്യാപനത്തിന് വേഗത വർദ്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന പ്രതീതി ജനിപ്പിച്ചും ഇതിനെ കേന്ദ്ര സർക്കാരും നേരിട്ടു. ഇപ്പോൾ BSNLന് ജനങ്ങൾക്കിടയിൽ അല്പം നല്ല പ്രതിച്ഛായയാണുള്ളത്. അതിന് നന്ദി പറയേണ്ടത് സ്വകാര്യ ടെലികോം കമ്പനികളോടാണ്. മുമ്പ് എല്ലാ മാസവും BSNL വരിക്കാർ മറ്റു കമ്പനികളിലേക്ക് കൊഴിഞ്ഞു പോയതിന്റെ കണക്കാണ് വന്നിരുന്നത്. എന്നാൽ സ്വകാര്യ കമ്പനികളുടെ നിരക്ക് വർധനയ്ക്ക് ശേഷം ജിയോ, എയർടെൽ, VI എന്നിവിടങ്ങളിൽ നിന്ന് ആളുകൾ BSNLലേക്ക് എത്താൻ തുടങ്ങി. 4G സേവനങ്ങളുടെ അപര്യാപ്തതകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ BSNLലേക്ക് എത്തിയത് എല്ലാവരെയും ഞെട്ടിച്ചു. കുറഞ്ഞ ചെലവിൽ മികച്ച ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പ്രീപെയ്ഡ് പ്ലാനുകളാണ് BSNLന് തുണയായത്. 4G സേവനങ്ങളും അതിന് പിന്നാലെ 5Gയും അവതരിപ്പിക്കാനായാൽ BSNL രാജ്യത്തെ നമ്പർ 1 ടെലികോം കമ്പനിയാകുമെന്നതും ഉറപ്പിക്കാവുന്നതാണ്.